നമസ്കാരം. അമേരിക്കൻ അധിനിവേശത്തിന്റെ അഹങ്കാര കോട്ടകളെ തകർത്തെറിയാൻ പേർഷ്യൻ പടക്കുതിരികൾ തങ്ങളുടെ യുദ്ധതന്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്നും വരുന്നത്. പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ നിന്ന് ഇറാന്റെ പരമാധികാരത്തെ തുടച്ചു നീക്കാമെന്ന അമേരിക്കൻ മോഹങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് അമേരിക്കയെ പൂർണ്ണമായും പൂട്ടാനുള്ള നിർണായക നീക്കങ്ങളുമായിട്ടാണ് ടെഹ്റാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായി സർവ്വസന്നാഹങ്ങളുമായി പണിയെടുത്തിട്ടും ഇറാന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിയാതെ പോയ അമേരിക്കൻ സൈന്യത്തിന് ഇനിയും അതിന് സാധിക്കില്ല എന്ന് അടിവരയിടുന്നതാണ് നിലവിലെ സാഹചര്യങ്ങൾ. കാരണം തോൽവി എന്നത് പേർഷ്യൻ പോരാളികളുടെ ചരിത്രത്തിലോ രക്തത്തിലോ ഉള്ളതല്ല. ഇറാൻ എന്ന രാജ്യത്തെ തകർക്കാനും ഇല്ലാതാക്കാനും മാത്രം ശ്രമിച്ച അമേരിക്കയ്ക്ക് എന്നേക്കുമായി കൂച്ചുവിലങ്ങിടാൻ രണ്ടും കൽപ്പിച്ചാണ് ഇറാന്റെ പടപ്പുറപ്പാട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു മുൻപ് ഇറാന്റെ ഈ പുതിയ നീക്കം അമേരിക്കയെ തകർക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് വിശദമായിട്ട് കടന്നു ചെല്ലാം. മധ്യപൂർവേഷ്യയുടെ ആകാശത്ത് ഇപ്പോൾ പെയ്യുന്നത് വെറും ബോംബുകളൊന്നുമല്ല, മറിച്ച് പടിഞ്ഞാറൻ സാമ്രാജ്യത്തിന്റെ കാലഹരണപ്പെട്ട ധാർഷ്ട്യത്തിന്റെ തീപ്പൊരികളാണത്. സമാധാനത്തിന്റെ അന്താരാഷ്ട്ര കരാറുകളെല്ലാം ചവറ്റുകുട്ടയിൽ എറിഞ്ഞ് തുടർച്ചയായ 9ാമത്തെ രാത്രിയിലും ഇറാനിയൻ മണ്ണിലേക്ക് അമേരിക്ക മിസൈലുകൾ പായിക്കുമ്പോൾ അത് കേവലം ഒരു സൈനിക നീക്കം മാത്രമായിട്ട് കാണാനാകില്ല. ഒരു പരമാധികാര രാജ്യത്തിന് നേരെ നടത്തുന്ന നഗ്നമായ യുദ്ധ പ്രഖ്യാപനം തന്നെ. എന്നാൽ ഇറാന്റെ ആത്മാഭിമാനത്തെ തൊട്ടുകളിച്ചാൽ അമേരിക്കൻ അധിനിവേശ ശക്തികൾ നേരിടേണ്ടി വരുന്നത് ഭൂമിയിലെ നരക തുല്യമായ പ്രത്യാഘാതങ്ങളായിരിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ടെഹ്റാനിൽ നിന്ന് മുഴങ്ങി കേൾക്കുന്നത്. ഒരു രാജ്യത്തെ മുഴുവൻ ഇരുട്ടിലാക്കാൻ അതിന്റെ ഊർജ്ജസ്വലതയെ തന്നെ തകർക്കുക എന്ന ഭീരുത്വം നിറഞ്ഞ തന്ത്രമാണ് അമേരിക്ക ഇവിടെ പയറ്റിയിട്ടുള്ളത്. ഖുസൈസ്ഥാൻ പ്രവിശ്യയിൽ ജനങ്ങളുടെ നാളത്തെ വെളിച്ചത്തിനായി നിർമ്മാണത്തിലിരുന്ന ടാഗോവിൻ ആണവ വൈദ്യുത നിലയത്തിന് നേരെ ബോംബ് എറിഞ്ഞതിലൂടെ തങ്ങളുടെ യഥാർത്ഥ ശത്രുത അവിടുത്തെ സാധാരണ ജനങ്ങളോടാണ് എന്ന് അമേരിക്ക ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഭാവിയിലെ സിവിലിയൻ ആവശ്യങ്ങൾക്കായി ഒരുങ്ങിക്കൊണ്ടിരുന്ന ഒരു പദ്ധതിയെ തകർത്തുകൊണ്ട് ഇറാനെ സാമ്പത്തികമായും അതുപോലെ സാങ്കേതികമായും തളർത്താമെന്നതാണ് വാഷിംഗ്ടണിന്റെ വെറും വ്യാമോഹം. ഇനി ഒരിക്കലും ഇറാൻ അടങ്ങിയിരിക്കുകയില്ല. മിണ്ടാതിരിക്കുന്ന സമയമോ നയതന്ത്ര മേശയിലെ യാചനയുടെ സമയമോ അല്ല ഇത്. ഇറാന്റെ മണ്ണിൽ ചോര വീഴ്ത്തിയ അമേരിക്കയെ അതിന്റെ പൂർണ്ണമായ പ്രത്യാഘാതം അനുഭവിച്ചേ അടങ്ങൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് രാജ്യം. സാമ്രാജ്യത്വ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ചരിത്രമുള്ള ഇറാൻ തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കടന്നു കയറിയ ശത്രുവിനെ നരകം കാണിക്കാൻ പോകുന്ന പ്രതിരോധ കോട്ടയാണ് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗാരിബാബാദിയുടെ വാക്കുകളിൽ പ്രകടമാകുന്നത് ഈ ആത്മവീര്യമാണ്. സമാധാനപരമായ അടിസ്ഥാന സൗകര്യങ്ങളെ തകർത്ത ഭീരുക്കൾക്ക് ഉചിതമായ നടപടിയിലൂടെ തന്നെ ഇറാൻ മറുപടി നൽകും. മേഖലയിൽ അമേരിക്ക പടർത്താൻ ശ്രമിക്കുന്ന അസ്ഥിരതയുടെ തീപ്പൊരികൾ ഒടുവിൽ ചെന്ന് അവസാനിക്കുക അവരുടെ തന്നെ നാശത്തിലാണ്. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായ ജനതയും അണിനിരക്കുമ്പോൾ ഈ യുദ്ധക്കൊതിക്ക് അമേരിക്ക വലിയ വിലയാണ് നൽകേണ്ടി വരിക. അടിക്ക് തിരിച്ചടി എന്ന ഇറാൻ നയം പശ്ചിമേഷ്യയിൽ പുതിയ ചരിത്രം എഴുതുമ്പോൾ തങ്ങൾ തൊട്ടത് ആളിപ്പടരുന്ന തീക്കനലിലാണ് എന്ന് അമേരിക്കയ്ക്ക് വൈകാതെ തന്നെ ബോധ്യപ്പെട്ടേക്കാം. നൂറ്റാണ്ടുകളുടെ പോരാട്ട വീരത്തിന്റെ ചരിത്രമുള്ള മണ്ണാണ് പേർഷ്യയുടേത്. റോമ സാമ്രാജ്യം മുതൽ ആധുനിക അധിനിവേശ ശക്തികൾ വരെ പലതവണ ഈ മണ്ണിലേക്ക് കണ്ണു വെച്ചിട്ടുണ്ട് എങ്കിലും അവരെ എല്ലാം വെണ്ണീറാക്കിയ പാരമ്പര്യമേ ഇവിടുത്തെ പോരാളികൾക്ക് പറയാനുള്ളൂ. ആധുനിക ലോകത്ത് സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടും ശാസ്ത്രജ്ഞരെ വധിച്ചുകൊണ്ടും ഇറാനെ തളർത്താമെന്ന് വിചാരിച്ച അമേരിക്കയ്ക്ക് തെറ്റിയത് അവിടെയാണ്. ഭീഷണികൾ കൂടുന്തോറും ഇറാന്റെ പ്രതിരോധ ശേഷി വർദ്ധിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ 6 മാസക്കാലമായി അത്യാധുനിക യുദ്ധക്കപ്പലുകളും മിസൈലുകളുമായി ഇറാനെ വളഞ്ഞിട്ടും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ഇറാന്റെ സൈനികമായ കരുത്തും തന്ത്രപരമായ മേധാവിത്വവും ഒന്നു മാത്രമാണ് കാണിക്കുന്നത്. സിവിലിയൻ ആവശ്യങ്ങൾക്കായി ജനങ്ങൾക്ക് വൈദ്യുതി എത്തിക്കാൻ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഖുസൈസ്ഥാൻ പ്രവിശ്യയിലെ ഡാർഗോവിൻ ആണവ നിലയത്തിന് നേരെ 9 രാത്രികൾ തുടർച്ചയായി ആക്രമണം നടത്തിയപ്പോൾ അമേരിക്ക വിചാരിച്ചത് തങ്ങൾ ഇറാനെ അങ്ങ് ഭയപ്പെടുത്തി എന്ന് തന്നെയാണ്. എന്നാൽ ഒരു സൈനിക കേന്ദ്രത്തിന് നേരെ അല്ലാതെ സമാധാനപരമായ ഒരു പദ്ധതിക്ക് നേരെ ബോംബ് എറിഞ്ഞതിലൂടെ തങ്ങളുടെ പരാജയ ഭീതിയാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ പുറത്ത് കാണിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാന്റെ തന്ത്രപരമായ കെണിയിലേക്കാണ് അമേരിക്ക നടന്നു കയറിയിരിക്കുന്നത്. ഈ ആക്രമണത്തോടെ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ നയതന്ത്ര മുഖം മൂടി അഴിഞ്ഞു വീണു. റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള ആഗോള ശക്തികൾക്ക് മുന്നിൽ അമേരിക്ക വെറും ഒരു യുദ്ധ കൊതിയരായി ചിത്രീകരിക്കപ്പെട്ടു കഴിഞ്ഞു.
ഒരു വികസന പദ്ധതിയെ തകർത്തതിലൂടെ ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക അധിനിവേശ വിരുദ്ധ രാജ്യങ്ങളുടെ പിന്തുണ ഇറാനിലേക്ക് കേന്ദ്രീകരിക്കാൻ ഈ സംഭവം കാരണവുമായി. അമേരിക്കൻ അധിനിവേശത്തിന്റെ അഹങ്കാര കോട്ടകളെയും ആധുനിക സന്നാഹങ്ങളെയും പൂർണ്ണമായും നിഷ്പ്രഭമാക്കാൻ പോകുന്ന അതീവ രഹസ്യവും കൃത്യതയുമായ യുദ്ധതന്ത്രങ്ങളാണ് പേർഷ്യൻ മണ്ണിൽ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വരിഞ്ഞു മുറുക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും കനൽ വഴിയിലൂടെ നടന്നുകയറിയ ഇറാൻ ഇന്ന് ആഗോള സാമ്രാജ്യത്വ ശക്തികളുടെ എല്ലാ കണക്ക് കൂട്ടലുകളും തകിടം മറിക്കാൻ പോന്ന അസമമായ യുദ്ധതന്ത്രങ്ങളിൽ അഗ്രഗണ്യരാണ്. കേവലം പരമ്പരാഗത യുദ്ധ രീതികൾക്കപ്പുറം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യത്തെ വേരോടെ പിഴുതെറിയാൻ പോന്ന ഇറാന്റെ ചില പ്രധാന തന്ത്രപരമായ നീക്കങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഹോർമുസ് കടലിടുക്കാണ് തുറുപ്പുചീട്ട്. ഇത് ഹോർമുസ് കടലിടുക്ക് പൂട്ടുക എന്ന സാമ്പത്തിക ആയുധമാണ് ഇതിൽ ഏറ്റവും നിർണായകം. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടൽ മാർഗവും ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന എണ്ണയുടെ 1/3 കടന്നു പോകുന്നതുമായ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണമായ ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ്. അമേരിക്ക തങ്ങളുടെ അതിർത്തി ലംഘിക്കാൻ തുനിഞ്ഞാൽ ഈ പാതയൊന്ന് കണ്ണുരുട്ടാനും ആവശ്യമെങ്കിൽ പൂർണ്ണമായും ഉപരോധിക്കാനും ഇറാൻ മടി കാണിച്ചിട്ടില്ല. ഇത് സംഭവിച്ചാൽ മിനിറ്റുകൾക്കകം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും ആഗോള സാമ്പത്തിക മേഖല പൂർണ്ണമായും തകർന്നടിയുകയും ചെയ്യും. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ, നമ്മളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെയും അവരുടെ പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ഒരൊറ്റ നീക്കം കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ പോകുന്നതാണ് ഇറാന്റെ ഈ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്ര മേധാവിത്വം. ഇതിനു പുറമെ മേഖലയിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന അദൃശ്യമായ പ്രതിരോധ സംഖ്യകളുടെ വലിയൊരു ശൃംഖല തന്നെ ഇറാന്റെ കരുത്തായിട്ടുണ്ട്. അതായത് ലബനൻ, യമൻ, ഇറാഖ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ശക്തരായ സമാന്തര സൈനിക ശക്തികളെല്ലാം ഇറാന്റെ തണലിലും പ്രത്യയശാസ്ത്രത്തിലും വളർന്നവരാണ് എന്ന കാര്യം കൂടി ഇവിടെ പറയട്ടെ. അമേരിക്ക നേരിട്ട് ഇറാനെ ആക്രമിക്കാൻ മുതിർന്നാൽ യുദ്ധം കേവലം ഇറാന്റെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കില്ല. മധ്യപൂർവേഷ്യയിൽ ഉടനീളമുള്ള എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും നേരെ ഒരേ സമയം ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും പായിക്കാൻ ശേഷിയുള്ള ഒരു വലിയ സൈനിക സഖ്യമാണ് ഇറാന് ചുറ്റുമുള്ളത്. അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശത്രുവിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കോണുകളിൽ നിന്നുള്ള ഒരു ബഹുതല ആക്രമണം അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായും തളർത്തുക തന്നെയാണ് ചെയ്യുക. ദശകങ്ങളായിട്ടുള്ള കടുത്ത ഉപരോധങ്ങളുടെ കാഠിന്യത്തിലും ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആഭ്യന്തര മിസൈൽ സാങ്കേതിക വിദ്യയും ഡ്രോൺ വ്യൂഹങ്ങളും മറ്റൊരു പ്രധാന ഘടകമാണ് കേട്ടോ. ലോകത്തിലെ ഏത് അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാറുകളെയും വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഇന്ന് ഇറാന്റെ പക്കലുണ്ട്. കഴിഞ്ഞ 6 മാസക്കാലമായി അമേരിക്കൻ സഖ്യം നടത്തിയ എല്ലാ നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ ഇറാൻ തങ്ങളുടെ യഥാർത്ഥ ശേഷിയുടെ ചെറിയൊരു ശതമാനം മാത്രമാണ് പുറത്തെടുത്തിരിക്കുന്നത് എന്ന് ഓർക്കണം. ശത്രുവിന്റെ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ കവചങ്ങളെ നിഷ്പ്രഭമാക്കാൻ പോകുന്നതാണ് ഇറാന്റെ ആഭ്യന്തര സാങ്കേതിക വിദ്യ. കഴിഞ്ഞ മാസമാണ് കഠിനമായ നയതന്ത്ര ചർച്ചകൾക്കൊടുവിൽ രൂപം കൊണ്ട വെടിനിർത്തൽ കരാറാണ് അമേരിക്കയുടെ അഹങ്കാരവും യുദ്ധക്കൊതിയും കാരണം ഇപ്പോൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. സമാധാനവും സമാധാനപരവുമായ സഹവർത്തിത്വവും ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല തങ്ങളെന്ന് വാഷിംഗ്ടൺ ഒരിക്കൽ കൂടി ലോകത്തിന് മുൻപാകെ തെളിയിച്ചിരിക്കുകയാണ്. ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗൗരിബാബാദി മുന്നറിയിപ്പ് നൽകിയതുപോലെ ഇറാന്റെ സമാധാനപരമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ കൈവച്ചവർക്ക് ഇനി ഈ മേഖലയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കില്ല. അത് ഇറാന്റെ ദൃഢനിശ്ചയമാണ്. അതിനുള്ള പണികൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു തരത്തിലുള്ള ചർച്ചകൾക്കോ വിട്ടുവീഴ്ചകൾക്കോ ഇറാൻ തയ്യാറായില്ല എന്ന നിലപാടിലാണ് പേർഷ്യൻ നേതൃത്വം. ശത്രുവിനെ അതിന്റെ താവളത്തിൽ ചെന്ന് തകർക്കുക എന്ന ആക്രമിച്ചു മുന്നേറുന്ന നയമാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ഭാഗത്ത് അത്യാധുനിക പ്രതിരോധ കോട്ടകളും ശാസ്ത്രീയ മേധാവിത്വവും, മറുഭാഗത്ത് നാടിന്റെ മണ്ണും മാനവും കാക്കാൻ സ്വന്തം ജീവൻ നൽകാൻ പോലും തയ്യാറായി നിൽക്കുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന ജനതയും അണിനിരക്കുമ്പോൾ ഇത് അമേരിക്കൻ അധിനിവേശത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഒരു മഹായുദ്ധത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന കാര്യം നിസ്സംശയം നമുക്ക് പറയാം. ചരിത്രത്തിൽ ഒരൊറ്റ തവണ പോലും വിദേശ ശക്തികൾക്ക് മുന്നിൽ അടിയറവ് പറയാത്ത, തോൽവി എന്നത് തങ്ങളുടെ ചരിത്രത്തിലോ സംസ്കാരത്തിലോ ഇല്ലാത്ത പേർഷ്യൻ പോരാളികൾക്ക് മുന്നിൽ അന്യന്റെ മണ്ണിലേക്ക് അധിനിവേശവുമായി വരുന്ന അമേരിക്കൻ സൈന്യത്തെ കാത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത നാശവും പരാജയവും തന്നെയാണ്. അമേരിക്ക ഇപ്പോൾ തൊട്ടുകളിച്ചത് ആളിപ്പടരുന്ന തീക്കനലിനെയാണ് എന്ന് വൈറ്റ് ഹൗസിന് ബോധ്യപ്പെടുന്ന നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഇനി എന്തും സംഭവിക്കാം. അമേരിക്കയെ കാത്തിരിക്കുന്നത് നരകയാതനകൾ തന്നെയാണ് എന്ന് ഇറാന്റെ മുന്നറിയിപ്പ് വലിയ ശ്രദ്ധയോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ബോക്സ് എഴുതുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.